ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ച് ഒരു അടിപൊളി പോട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്ക് പശ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഫെവിക്കോൾ കുറച്ച് ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അടുത്ത് വേണ്ടത് ബലൂണാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ബലൂണല്ല, നമുക്ക് ഊതി വീർപ്പിക്കുമ്പോൾ ഒരു ശകലം നീണ്ടു വരുന്ന ടൈപ്പിലുള്ള ബലൂൺ എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പേപ്പറാണ്. ഇപ്പം പേപ്പറിന് പകരം ബുക്ക് പേപ്പറാണ് നല്ലത്. ന്യൂസ് പേപ്പർ ആയിരുന്നാലും നമുക്ക് എടുക്കാം, എന്നാലും നല്ല കട്ടി കിട്ടുന്നത് ബുക്ക് പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പർ പശയിൽ മുക്കി ബലൂണിൻ്റെ പുറത്ത് നല്ലവണ്ണം ഒരു 7-8 ലെയറെങ്കിലും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഒട്ടിച്ചത്. ഇനി ഇതേ കണക്ക് 7 ലെയറും കൂടെ നല്ലവണ്ണം ഒട്ടിച്ച് കട്ടി കൂട്ടി എടുക്കുക. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചതാണ്. അത് ഏകദേശം നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടി സൈഡും മുകൾ സൈഡും നമുക്ക് വേണ്ടൊരു പൊക്കത്തിന് അല്ലെങ്കിൽ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് റൗണ്ടിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടി സൈഡ് വീതി കുറച്ചും മുകൾ സൈഡ് വീതി കൂട്ടിയും കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 അളവിനുള്ള പാത്രങ്ങളെടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള സൈഡ് മാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം വെളി സൈഡിൽ നിന്ന് അകത്തോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അകത്തെ സൈഡ് നല്ല തടുപ്പ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വിരൽ വെച്ച് കറക്റ്റ് ഷേപ്പിന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റാണ്. വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. നല്ല ലൂസാവല്, ഒരു മീഡിയം കട്ടി വേണം. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് ഒഴിച്ച് അതിനകത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കറക്കിയെടുക്കാം. എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ കറക്കിയെടുക്കാം. അപ്പോൾ ഇതേ കണക്ക് ആദ്യത്തെ ഒരു ലെയർ ഒഴിച്ചു കൊടുത്ത് നല്ലോണം കറക്കിയെടുത്തതിന് ശേഷം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് ഉണങ്ങും. ഉണങ്ങിയിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ദിവസം 2 ലെയർ മാത്രം ഒഴിക്കുക. ഒരു രണ്ടാമത്തെ ലെയർ ഒഴിക്കുമ്പോൾ ശകലം കൂടെ കട്ടി കൂട്ടി എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ, വലിയ തടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ അകത്ത് തടുപ്പ് വരില്ല. അപ്പോൾ കറക്കിയെടുക്കാൻ പറ്റണം. തടുപ്പായിട്ട് കട്ടിക്കിരിക്കുകയും ചെയ്യില്ല. ആ രീതിയിൽ നല്ലവണ്ണം കറക്കിയെടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു 8 ലെയർ ഒരു 6 പ്രാവശ്യവും കൂടെ ഇതേ കണക്ക് ഒഴിച്ചു കൊടുക്കുക. അത് പിറ്റേ ദിവസം 6 തവണ നമുക്ക് സുഖമായിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് 6 തവണയും കൂടെ ഒഴിക്കപ്പം മൊത്തം 8 തവണയാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കട്ടി കിട്ടും. അപ്പോൾ അത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് 3ൻ്റെ അന്ന് നമുക്ക് അതിൻ്റെ വെളി സൈഡിലുള്ള പേപ്പറെല്ലാം എടുത്ത് മാറ്റിയിട്ട് 80ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ പിടിക്കാൻ നേരത്ത് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ട് പേപ്പർ പിടിച്ചാലും നല്ല ഫിനിഷിങ് കിട്ടും. അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുന്ന ഇതേ കണക്ക് തന്നെ പേപ്പർ ഇടാനും പറ്റും. അപ്പോൾ പേപ്പറെല്ലാം ഇട്ട് തീർന്നതിന് ശേഷം അടുത്ത് നമുക്ക് ചെറിയ കുഴിവും ചെറിയ പാടൊക്കെ കാണും. അതിലൊക്കെ വൈറ്റ് സിമൻറ്റ് വെച്ച് അടയ്ക്കുക. അതിൻ്റെ അടി സൈഡും കൂടെ വൈറ്റ് സിമൻറ്റ് വെച്ച് അടയ്ക്കാൻ നോക്കുക. അപ്പോൾ അടി സൈഡ് പേപ്പർ നമ്മൾ മടക്കി വെച്ചുകൊണ്ട് വലിയ ലെവൽ കിട്ടില്ല. അപ്പോൾ അത് ഉണങ്ങിയിട്ട് നമുക്ക് അതിനെയും കൂടെ പേപ്പർ ചെയ്തെടുക്കാം. പേപ്പർ പിടിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ അടി സൈഡിൽ ഒരു ഹോളും കൂടെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ക്ലേ ആണ്. അപ്പോൾ ഈ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ചെറുതായിട്ട് ചെറിയ ബോൾസായിട്ട് ക്ലേ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയെല്ലാം പൂക്കൾ വേണോ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് സൈഡിൽ കവർ ചെയ്താണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെറിയ കരണ്ടി ഉപയോഗിച്ച് തന്നെ അതിൻ്റെ വെളി സൈഡൊക്കെ ചെറിയ കോണായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അക സൈഡ് ആ കരണ്ടി ഉപയോഗിച്ച് തന്നെ ചെറുതായിട്ടൊന്ന് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ ഇത് കണക്ക് ആ 5 പീസും റെഡിയാക്കിയിട്ട് നമുക്ക് ഇനി അതിനകത്ത് ചെറിയ വരകളും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ക്ലേയെക്കാട്ടി നല്ലത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്ലേ ആണ്. ഏത് വർക്കിലൂടെ എടുക്കാൻ പറ്റും. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ് നമ്മൾ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ക്ലേ. ഇനി ആ പൂക്കളിനകത്ത് ചെറിയൊരു റൗണ്ട് ബോളും കൂടെ വെച്ച് കൊടുക്കുക. അപ്പം കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഇതേ കണക്ക് ഫ്രണ്ട് സൈഡും എല്ലാം നിരത്തി ഒട്ടിക്കുക. ഇനി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ പെയിൻറ്റാണ്. പെയിൻറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന ആദ്യത്തെ കളർ ആക്രിലിക്കിൻ്റെ വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് കളർ കൊടുക്കുന്നില്ല. ആ പൂക്കളിനകത്ത് ചെറിയൊരു കിളിപ്പച്ചയും വെളി സൈഡ്
ആക്രിലിക്കിൻ്റെ വൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ഏത് കളർ വേണോ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.